ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ പുതിയൊരു ലിസ്റ്റ് ഓഗസ്റ്റ് 30, 2022 അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. സോ എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത് മാത്രമല്ല, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യം, മെയിൻ ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക, കാരണം ഒരുപാട് പേര് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചൊരു ഡൗട്ടാണത്. അത് നമ്മൾ ഈ വീഡിയോയിലൂടെ ക്ലാരിഫൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ട് കണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ തവണത്തെ INC അപ്ഡേറ്റിൽ ഒരുപാട് കോളേജസ് ആഡ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ ഇല്ലാത്ത റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറെ കോളേജസ് ആഡ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് നമ്മൾ വീണ്ടും ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഗൂഗിളിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അടിക്കുക, നേരെ 3 ഡോട്ടിൽ പോവുക, ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഇവിടെ കിടക്കുന്നുണ്ടാവും, 30 ഓഗസ്റ്റ് 2022. ഇങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴും ഡൗട്ട് ഉണ്ട് കുറേ. ഇനി നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരാം. ഇപ്പോഴും ഒരുപാട് പേര് വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, സീറ്റ് ഒന്നുമില്ല, ഇവിടെ മാത്രമേ സീറ്റ് ഉള്ളൂ എന്നാണ് കൺസൾട്ടൻസീസ് പറയുന്നത്. അതിന്റെ ആളുകൾ പറയുന്നത് ഇവിടെ മാത്രമേ സീറ്റ് ഉള്ളൂ. നിങ്ങൾ ഈ വിട്ടിത്തരത്തിൽ വീഴാണ്ടിരിക്കുക. സീറ്റ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. ഒരാൾ പറഞ്ഞു കേട്ട് ഈ ഒരു കോളേജിൽ മാത്രം ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്മിഷൻ എടുക്കാതിരിക്കുന്ന കുട്ടികളൊക്കെ എവിടെ പോയിരിക്കും? ഈ ഒരു കോളേജസ് മാത്രമല്ല അഡ്മിഷൻ ഉള്ളത്, പല കോളേജസിലും ഉണ്ട്. നിങ്ങൾ നീറ്റ് എഴുതിയവരാണോ, KCET എഴുതിയവരാണോ, നല്ല ക്യാമ്പസ് ഉള്ള കോളേജസ് ഉണ്ട്. അപ്പൊ ഇത് മാത്രമല്ല ഒരു കോളേജ്, ഇനിയും കോളേജസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് ഇനി ഇത് മാത്രമേ ഉള്ളൂ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത് മാത്രമേ ഉള്ളൂ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടാണ്ടിരിക്കുക. സോ അത്രേ ഉള്ളൂ ഒരു കാര്യം. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം വേണ്ട എന്ന് കുറെ പേര് പറയുന്നുണ്ട്. കുറെ സ്റ്റുഡൻസ് അവര് പറഞ്ഞു നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം വേണ്ട. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ലിസ്റ്റ് ഇനിയും വരാനുണ്ട്, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ INCയുടെ അംഗീകാരത്തിന്റെ ഉപയോഗം എന്താണ്? നിങ്ങൾക്ക് ഇപ്പൊ INC വേണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് INC ഉള്ള കോളേജ് പഠിക്കുന്നതിൽ എന്നാ വിഷയം? നിങ്ങൾ ഇപ്പൊ നിലവിൽ INC ഇല്ലാത്തൊരു കോളേജ് ആണെങ്കിൽ നിങ്ങൾ പഴയ ലിസ്റ്റ് നോക്കുക, ഒരു 2-3 വർഷത്തെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊക്കെ കണ്ടിന്യൂസ് INC ഉള്ള ഒരു കോളേജാണ്. 2018 തൊട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇങ്ങനെ INC വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു കോളേജ് ആണെങ്കിൽ അവിടെ അടുത്തതിൽ INC വരും നമുക്ക് പ്രെഡിക്ട് ചെയ്യാം. സോ INCയുടെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു നേഴ്സ് ആകുമ്പോൾ നിങ്ങളുടെ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും ഫെസിലിറ്റീസും എല്ലാം ഫുൾഫിൽ ചെയ്തിട്ട് അങ്ങനത്തെ കോളേജിന്റെ ലിസ്റ്റാണ് INC പുറത്തുവിടുള്ളൂ. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പോലും സർട്ടിഫിക്കറ്റിലല്ല കാര്യം. സർട്ടിഫിക്കറ്റ് വേണം, പക്ഷേ സ്കിൽ എന്ന് പറഞ്ഞ സാധനം വേണം. സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലാണ് സ്കിൽ ഉണ്ടാവുള്ളൂ. സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്കിൽഫുൾ ആയിട്ട് നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയുള്ള ഒരു കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു സ്കിൽഫുൾ നേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും സാധിക്കും. അപ്പൊ ഈ ഒരുപാട് നല്ലോണം പഠിപ്പിക്കുന്ന കോളേജ്, അതുപോലെ തന്നെ നല്ലോണം ക്ലിനിക്കൽ ട്രെയിനിങ് ഒക്കെ കിട്ടുന്ന കോളേജ് ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്കില്ല് കിട്ടും. അതുപോലെ ഇപ്പോഴത്തെ കുറെ നമുക്ക് അറിയാം മെഡിക്കൽ എറർ സംഭവിക്കുന്നുണ്ട്. പല സ്റ്റുഡൻസും പുതിയതായിട്ട് കയറുന്ന പോസ്റ്റിങ്ങിന് പോണ കുട്ടികളുടെ അടുത്തുനിന്നും ജോലിക്ക് പുതുതായിട്ട് വന്ന പിള്ളേരുടെ മെഡിക്കൽ എറർ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കണമെങ്കിൽ നമ്മൾ സ്കിൽഫുൾ ആയിട്ട് ലേൺ ചെയ്ത് ഇറങ്ങണം. അതും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പഠിച്ചിറങ്ങണം. എന്നാലാണ് ആ ഒരു സ്കില്ല് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോളേജ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ, ഇന്ത്യയിൽ ഇത്ര ഒരു കോളേജ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ നിൽക്കരുത്. കോളേജസ് ഉണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്യുക, നിങ്ങൾ തപ്പുക, നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട്. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഇപ്പൊ INC എന്നാന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. INC സ്യൂട്ടബിൾ ആയിട്ടുള്ള കോളേജിന്റെ ലിസ്റ്റേ പുറത്ത് വിടത്തുള്ളൂ. അതുപോലെ കഴിഞ്ഞ 2-3 വർഷമായിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോളേജിന് മാത്രമാണ് INC അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളോട് എല്ലാ ദിവസം പറയും ഇന്ന് ഇൻസ്പെക്ഷൻ വരും, അപ്പൊ നാളെ ഇൻസ്പെക്ഷൻ വരും. അങ്ങനെ കുറെ ഇൻസ്പെക്ഷൻ ഒക്കെ പല കോളേജിൽ നടക്കുന്നുണ്ട്. മിക്ക കോളേജിലും നടക്കുന്നുണ്ട് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്ന് ഇൻസ്പെക്ഷൻ വരും. അങ്ങനെ നമ്മൾ അതിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം ഓരോ കോളേജ് ചെയ്ത് അത് ഫുൾഫിൽ ചെയ്ത് നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുപാട് കോളേജ് റൺ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഓൾറെഡി INC കിട്ടുന്നതായിരിക്കും. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു INC വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു കഥക് തുറക്കുമ്പോൾ എല്ലാവർക്കും ഫുള്ള് തുറക്കണം. അല്ലാണ്ട് പകുതിയുടെ കഥക് തുറക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇരിക്കും? ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഫുൾ ഓപ്പർച്യൂണിറ്റി തുറന്നു കിടക്കണം. അല്ലാണ്ട് ഇന്ന കാരണത്താൽ നമുക്ക് ഇന്നതില്ല, ഇന്ന കാരണത്താൽ നമുക്ക് ഇതില്ല, അങ്ങനെ വരാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെല്ലാം പക്കയായിട്ട് തന്നെ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ അടുത്ത വർഷം എടുക്കാൻ വേണ്ടി നിങ്ങൾ സ്വന്തത്തിൽ ആരിയിലൊക്കെ കാണുമല്ലോ. അപ്പൊ അവരോട് നിങ്ങൾ പറയേണ്ട കാര്യം, നീറ്റ് അറ്റൻഡ് ചെയ്യുക. KCET എക്സാം, കർണാടകയിലാണെങ്കിൽ KCET എക്സാം നിങ്ങൾ അലോട്ട്മെന്റ് നോക്കുക, നീറ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ അറ്റൻഡ് ചെയ്തോ ചുമ്മാ ഒന്ന്? ഓക്കെ. അപ്പൊ നീറ്റ് അറ്റൻഡഡ് ആയിട്ടുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും സ്റ്റുഡൻസ്, നീറ്റ് അറ്റൻഡഡ് ആണോ? അവരുടെ ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവർ പിള്ളേർ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നഷ്ടപ്പെടാണ്ടിരിക്കുക. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ആ അഡ്വൈസ് കൊടുക്കുമ്പോൾ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അടുത്ത സ്റ്റുഡൻസിനോട് വരുമ്പോൾ.